വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈദയോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റായ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. ഇത് നല്ല സോഫ്റ്റും ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു അടിപൊളി സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ലൊരു സോഫ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടി ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര. മധുരം ഇത്രയ്ക്ക് വേണ്ടെങ്കിൽ 2 ഇട്ടാലും മതി. ഇനി നമ്മൾ എത്രയാണോ പൊടിയെടുത്തത് അത്രയും പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.25 കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 1.5 കപ്പാണെങ്കിൽ എടുത്തതെങ്കിൽ 1.5 കപ്പ് പാലും മാത്രം മതിയാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ്, ആവശ്യമായ കിസ്മിസ് നമുക്കിതിലേക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ്ങിൽ വേണ്ട അത്രയും കാഷ്യൂ വറുത്തെടുക്കാം. കിസ്മിസും കാഷ്യൂവും കൂടിയാണ് നമ്മളിവിടെ വറുക്കുന്നത്. അപ്പോൾ ആദ്യം കാഷ്യൂ വറുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ഗോൾഡൻ കിസ്മിസാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ആ ഒരു നെയ്യ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത പഴം, ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക. ആ ഒരു നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുറച്ച് നേരം ഇങ്ങനെ സോട്ട് ചെയ്ത് വരുമ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ട അതനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ബനാന ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പഴുത്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. അപ്പം ഒരു 2 അച്ച് ശർക്കര ഏകദേശം 1/4 കപ്പോളം വെള്ളത്തിൽ നമ്മൾ അലിയിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കൂടുതൽ ആവശ്യമായിട്ടെടുക്കുന്നത് കാരണം പഴമൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്, നന്നായിട്ട് വഴച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പാനിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പഴം അങ്ങനെ തന്നെ കടിക്കാൻ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയാണ് ഇത്രയും കൂടുതൽ പാനി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല പഴമൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ പാനിയൊക്കെ ഒരുവിധമൊന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെ ഒന്ന് വരട്ടി എടുക്കുമ്പം. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും അതുപോലെ ചെറിയ ജീരകവും കൂടി പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ ഒരു പൊടിയാണിത്. ഇനി ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവുന്നവർ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓഫാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂവും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ചൂടൊന്ന് അറിയതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പാലോ ചെറു ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. അഥവാ നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടി ഒന്ന് നനച്ച് വെക്കണം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാനിതെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു സോഫ്റ്റും അതുപോലെ പൊങ്ങിയും വന്ന് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ നിന്ന് ഒരു ജാറിലേക്ക് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവുന്ന വരെ ഒന്ന് ആ ഒരു മിക്സൊക്കെ നന്നായിട്ടൊന്ന് ആയിരുന്നു വരുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ ഈ ഒരു പാകത്തിൽ കണ്ടോ, ഒരുപാട് അങ്ങോട്ട് നമ്മളുടെ റവ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മളിവിടെ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇഡ്ഡലി പാത്രം ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്, എണ്ണയിലൊന്നും മുക്കി പൊരിച്ചിട്ടൊന്നുമല്ല. അപ്പം ആവിയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വളരെ നല്ലത്, ഹെൽത്തിന് നല്ലത്. അതിനുവേണ്ടി ഞാനൊരു തട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടിഫിൻ ആയിട്ടുള്ള ബോക്സോ എന്ത് വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മിക്സിയിൽ നമ്മൾ അടിച്ചിരിക്കുന്ന ആ ഒരു മിക്സ് പകുതിയോളം ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ ഫില്ലിങ് ഇതിൽ ഇട്ട ശേഷം ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ആ ഒരു നമ്മളുടെ തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ ആ മിക്സ് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് കളറിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിരത്തി കൊടുക്കുക, നമുക്ക് എത്രത്തോളം കട്ടിയിൽ വേണോ ആ ഒരു രീതിയിൽ ഇത് നിരത്തി കൊടുക്കുക. അപ്പം എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓണാണ്, വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മളുടെ മിക്സ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വരെ നിങ്ങൾക്ക് വലിയൊരു തട്ട്, അപ്പോൾ എൻ്റെ ഈ ഒരു തട്ട് ഇഡ്ഡലി പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാനിൽ വെള്ളം ചൂടാക്കിയിരിക്കുന്നത്. ആദ്യം ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കിയത്, പക്ഷേ ആ ഒരു പാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലുള്ളൊരു വലിയൊരു പാത്രത്തിൽ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മിക്സും കൂടി ഇതുപോലെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു മിക്സ് നമ്മളുടെ ആ ഒരു തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സ് കാണാത്ത രീതിയിൽ എല്ലായിടത്തും കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതൊരു 15-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ആ ഒരു ഹോളുള്ള സ്ഥലത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആവിയൊന്നും പുറത്തു പോകാതെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് ശേഷം നമ്മളുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് നമുക്കൊന്ന് കുത്തി നോക്കുമ്പം നല്ല പെർഫെക്റ്റായിട്ട് രീതിയിൽ ഒട്ട് പിടിക്കാത്ത രീതിയിൽ വന്നാൽ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 15-20 മിനിറ്റാണ് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ചൂടാറിയതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. ആ ഒരു നെയ്യുടെയും പഴത്തിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ ഒരു നല്ല ഒരു സ്മെല്ല് തന്നെയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ വൈകുന്നേരം എണ്ണ പലഹാരം കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലുള്ള ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.